വെൽക്കം ബാക്ക് ടു പിന്നെ എങ്ങോട്ടാ പോണേ? ഇന്ന് കിഡ്സിന്റെ ഒരു ക്രിസ്മസ് സെലിബ്രേഷൻ ആണ്. അപ്പോ എന്റെ ഓഫീസിലാണ് പോണത്. അപ്പൊ ഞാൻ വളരെ ഹാപ്പിയാണ്. കഴിഞ്ഞ പ്രാവശ്യം കൊച്ചില്ലാത്തതുകൊണ്ട് എനിക്ക് ക്രിസ്മസ് സെലിബ്രേഷൻ കൂടാൻ പറ്റിയില്ല. അപ്പൊ ഇപ്രാവശ്യം ആരുള്ളത്? നമ്മുടെ ലിറ്റിൽ ഹേസ്. അപ്പോ ഞങ്ങള് ക്രിസ്മസ് കൂടാൻ പോവാണ്. അപ്പൊ ഞാനും ഇച്ചും കൊച്ചുള്ള ഞങ്ങളുടെ ഒരു ചെറിയ ഓഫീസ് സെലിബ്രേഷൻ ആണ്. അപ്പൊ അതിന്റെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മാക്സിമം അവർ പറഞ്ഞിട്ടുണ്ട് ഫെസ്റ്റീവ് ആയിട്ട് ഡ്രസ് ചെയ്യാൻ. അപ്പൊ ക്രിസ്മസ് ജമ്പേഴ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങള് ഡ്രസ് ചെയ്തേക്കാണ്. ഞങ്ങളെ ഫുൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഞങ്ങള് അവിടെ ഓഫീസിൽ ചെന്നിട്ട് കാണിച്ചു തരാം. അപ്പൊ അത്യാവശ്യം അല്ലറ ചില്ലറ പ്രോപ്സ് ഒക്കെ ഞങ്ങളെ സംഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ കുറച്ച് ഒരു ഓണമുള്ള ഒരു ക്രിസ്മസ് ആണ് ഇന്നത്തെ ഞങ്ങളുടെ അജണ്ട. അപ്പോ അതായിരിക്കും ഇന്നത്തെ വ്ളോഗ്. അപ്പൊ നമുക്കാണ് ഓഫീസിൽ ചെന്നിട്ട് ഇപ്പൊ ഞങ്ങള് ഡാർട്ടിൽ കയറിയേക്കാണ്. ഡാർട്ടിലാണ് ഞങ്ങളുടെ ഓഫീസിലെ ഏറ്റവും കൺവീനിയന്റ് അതാണ്. അപ്പോ ഇവിടുന്ന് ഒരു ഓൾമോസ്റ്റ് ഒരു 45 മിനിറ്റ്സ് ആണ് എന്റെ ഓഫീസിലോട്ട്. അപ്പൊ ഇന്ന് ഞാൻ ഇങ്ങനെ തന്നെയാണ് പോവാറ്. അവിടുന്ന് ഒരു വാക്കബിൾ ഡിസ്റ്റൻസ് ആണ് ഓഫീസ്. അപ്പോ ഞങ്ങൾ 3 പേർക്കും കുഞ്ഞിക്കാണ് അതാണ് കംഫർട്ടബിൾ ട്രെയിനിൽ യാത്ര ചെയ്യാൻ. അപ്പൊ നമ്മൾ ട്രെയിനിൽ പോകുന്നു. 1 o'clock to 3 o'clock ആണ് ഇന്നത്തെ ഫംഗ്ഷൻ. അപ്പൊ എന്തൊക്കെ ഉണ്ടെന്ന് നമുക്കറിയില്ല. സോ അവിടെ ചെല്ലുമ്പോ ബാക്കി കാണാം. നമ്മുടെ നിന്റെ ഫേരെ കാണിച്ചു കൊടുക്കുക. കുഞ്ഞി പേര് ഓഫീസിൽ ആദ്യമായിട്ടാണോ പോകുന്നത്? വർക്ക് ചെയ്യാൻ പോണോ ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യാൻ പോണോ? അല്ല, കുഞ്ഞിനെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിച്ചാലോ? വേണ്ടേ, എന്നാലും വർക്ക് ചെയ്തോ? അമ്മ എവിടെ വർക്ക് ചെയ്യുന്നൊക്കെ കാണിച്ചു തരാമായിരുന്നു കുഞ്ഞിക്ക്. അമ്മ ഓഫീസിൽ പോകുമ്പോ എവിടെ വർക്ക് ചെയ്യും, അമ്മയുടെ ഫേവറേറ്റ് പ്ലേസ് ക്യാൻറ്റീൻ, എങ്ങനെ ഫുഡ് കഴിക്കുന്ന സ്ഥലം, അതൊക്കെ കാണിച്ചു തരാം അല്ലേ? ഓക്കെ, അപ്പൊ സ്റ്റേ ട്യൂൺഡ് വരാം. അപ്പോ സ്റ്റേ ട്യൂൺ, നമുക്ക് അവിടെ ചെല്ലുമ്പോ കാണാം. ഇതാണ് എന്റെ ഓഫീസ്. അപ്പൊ ഞങ്ങൾ അവിടെ എത്തി. ഒരു 5 മിനിറ്റും കൂടെ ഉണ്ട് പരിപാടി തുടങ്ങാൻ. കറക്റ്റ് ടൈമിന് എത്തി. ഇസാം അലൗസ് പെയിന്റിങ് ആൻഡ് ഡ്രോയിങ്. അവൾ അവിടെ ചെന്നത് അവളുടെ ഫേവറേറ്റ് സ്പോട്ട് കണ്ടുപിടിച്ച് കുറേ ഡ്രോയിങ് ബുക്കൊക്കെ എടുത്ത് കുറച്ച് സ്കെച്ച് പെന്നൊക്കെ കളക്ട് ചെയ്ത് ഒരു സ്പോട്ടിലിരുന്നു. കുറേ ഫ്രണ്ട്സിൻ്റെ കൂടെ അവളോട് ഇരുന്ന് പെയിന്റ് ചെയ്തു. ഓരോ പെയിന്റ് അടി കഴിയുമ്പോഴും അവൾ നമ്മളെ നോക്കും. സൂപ്പറാണോ, അടിപൊളിയാണോ, നമ്മളെ തല ഇങ്ങനെ കാട്ടിയിട്ട് സൂപ്പർ കൊള്ളാട്ടോ എന്ന് പറയണം. അപ്പോൾ അവളത് അപ്രിഷ്യേറ്റ് ചെയ്യും. കുറച്ച് കഴിഞ്ഞപ്പോൾ അവൾക്കൊരു കൂട്ട് കിട്ടി. അപ്പോൾ രണ്ടുപേരും ഒരുമിച്ച് ഇപ്പോൾ പെയിന്റ് അടിയാണ്. കൂട്ടുണ്ടെങ്കിൽ ഇസാമയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവൾ നല്ല എനർജറ്റിക് ആവും. ഇടയ്ക്കൊക്കെ അവൾ ഇങ്ങനെ ചിരി പാസ്സാക്കും. കണ്ടോ കണ്ടോ ഞാൻ വരച്ചത് കണ്ടോ എന്നുള്ള രീതിയിൽ. ഇസാമ അവിടെ പെയിന്റ് അടിച്ചോണ്ടിരുന്നപ്പം അന്നാമ അതിലൂടെ ചുറ്റിക്കറങ്ങി നടക്കുവാണ്. അന്നാമയ്ക്ക് എന്തെങ്കിലും പരിപാടി വേണം. കണ്ടിട്ടൊന്നും കിട്ടിയില്ല. എന്നാൽ പിന്നെ 2 സ്റ്റെപ്പ് ഇട്ട് കളഞ്ഞേക്കാന്നുള്ള രീതിയിൽ 2 സ്റ്റെപ്പും കിട്ടും. അപ്പൊ ദേ നിൽക്കുന്ന ഒരു എൽഫ് ബ്രോ ഒരു ബാഗ് ബലൂണൊക്കെ ആയിട്ട് ആ മൂലയ്ക്ക് കിടക്കുന്ന പിങ്ക് ബലൂണിങ് എടുത്ത ചേട്ടാ, എന്നാ പിന്നെ ഇത് വെച്ചൊരു സാധനം ഉണ്ടാക്കി കളയാം. എന്നാ വേണ്ട മോളെ, എന്നാ ഒരു പടവാൾ ഉണ്ടാക്കി തന്നേക്കാണ് അന്നാമോള് പറഞ്ഞു. അപ്പൊ ചേട്ടൻ തിരിച്ചൊരു പടവാൾ ഉണ്ടാക്കിട്ടോ. അങ്ങനെ പടവാള് കിട്ടിയപ്പോ ഉണ്ണിയാർച്ചയ്ക്ക് സന്തോഷമായി. ആഹാ, എന്നാൽ ഫൈറ്റ് ആയേക്കാം. ഉണ്ണിയാർച്ചയുടെ ഹെവി ഫൈറ്റ് കണ്ട് സാന്റാക്ലോസ് പത്തായത്തിലോട്ട് താന്നുപോയി. ഇത് കാണാനാണോ ദൈവമേ നോർത്ത് പോളേന്ന് വണ്ടി പിടിച്ച് ഞാനിങ്ങി വന്നേ. ഇസാമ സാന്റയ്ക്ക് എഴുതുന്ന ആദ്യത്തെ ലെറ്റർ. എനിക്ക് തോന്നുന്നു അവളുടെ ലൈഫിൽ തന്നെ ആദ്യത്തെ ലെറ്റർ ആണ് ഇതെന്ന്. This year I've been good all of the time. Are you good? Yeah. Then good. Or some of the time? Are you good some of the time or all of the time? All of these. Or naughty ആണോ കുഞ്ഞി? No. Are you sure? ശരിക്കും ഞാൻ നോട്ടിയാണ്. Are you naughty? I think naughty. No. അവൾക്കറിയാം കൂട്ടെന്ന് പറഞ്ഞാല് സാറിന്റെ ഗിഫ്റ്റ് തരുമോ? What I like the most? Then എനിക്ക് വേണ്ട. What do you want? Present. Presents. Then and No. Coloring. colors. Okay. And I promise to leave out. What will you sacrifice? Will you stop eating chocolate? No. Or will you stop eating ice cream? What else? Huh? I love her. Healthy food. So junk food. I'll leave out junk food. Sorry. Please say hi to Santa. Leah Chichi. Leah Chichi. No, this is Santa will say hi to Leah Chichi.
അങ്ങനെ നമ്മുടെ ഇസാമ ലെറ്റർ ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് റെഡ് ലെറ്റർ ബോക്സിൽ സാന്റയ്ക്കുള്ള ലെറ്റർ ഇട്ടു. എല്ലാ പ്രസൻസും ഇസാമയ്ക്ക് കിട്ടുമെന്നാണ് അവൾ വിശ്വസിക്കുന്നത്. പിന്നെ പിള്ളേരുടെ ഫേവറേറ്റ് കിഡ്സ് മജീഷ്യൻ അവിടെ ഉണ്ടായിരുന്നു. കോർപ്പറേറ്റ് ഷോയ്ക്ക് വേണ്ടി ഇയാളെ സ്പെഷ്യലായിട്ട് വിളിച്ചതാണ്. കിഡ്സ് ബർത്ത്ഡേ, കോർപ്പറേറ്റ് ഇവന്റ്സ്, സ്കൂളിന്റെ ഇവന്റ്സിനൊക്കെ ഇതുപോലുള്ള കിഡ്സ് മജീഷ്യനെ അവർ വിളിക്കാറുണ്ട്, കിഡ്സിനെ എൻഗേജ് ചെയ്യിപ്പിക്കാൻ വേണ്ടി. അപ്പോൾ ഈ പുള്ളിക്കാരന് ഒരുപാട് ഇവന്റ്സ് ഒക്കെ കണ്ടക്ട് ചെയ്യും, ഗെയിംസ് കണ്ടക്ട് ചെയ്യും, കുറെ മാജിക് ഷോ ഒക്കെ കാണിക്കും. അപ്പോൾ പിള്ളേർ കുറെ എൻഗേജ്ഡ് ആയിട്ടിരിക്കും. അതാണ് ആക്ച്വൽ പ്ലാന്. പരിപാടിക്കിടയ്ക്ക് നമ്മൾ പുറകിലോട്ട് ചെറുതായിട്ട് വലിഞ്ഞ് ഫുഡിന്റെ സെക്ഷനിൽ പോയിട്ട് കുറച്ച് വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. കുറേ ഡെസേർട്സ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു, നല്ല വെൽ ഡിസൈൻ ആയിട്ട്. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ സ്ട്രോബെറി വെച്ച് കേക്കാണ്. ഇതും കൊള്ളായിരുന്നു. അങ്ങനെ കുറച്ച് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ വീണ്ടും വന്നു. ഇസാമയും സൈഡിൽ നൈസായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇസാമയും കുറച്ച് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ ഹാപ്പി ആയിട്ട് തിരിച്ചു പോയി. ഓരോ കുട്ടികൾക്കും സാന്റയെ കാണാൻ ടോക്കൺ കൊടുത്തിട്ടുണ്ട്. ഇസാമയുടെ ടോക്കൺ ആയപ്പോൾ ഇസാമ ഓടി സാന്റയുടെ റൂമിന്റെ അകത്ത് കയറി ഗോർജിയസ് എന്നൊക്കെ പറഞ്ഞിട്ട് സാന്റ വെൽക്കം ചെയ്തു. ഇസാമയ്ക്ക് ഒരു ചെറിയ സംശയം ഉണ്ടായിരുന്നു, അത് ഫേക്ക് സാന്റയാണോന്ന്. സാന്റാക്ലോസിന് നമ്മുടെ ഇസാമേനെ ഒരുപാട് ഇഷ്ടപ്പെട്ടു, എസ്പെഷ്യലി അവളുടെ ഡ്രസ്സ്. പുള്ളി പറഞ്ഞു ദ റൈറ്റ് കളർ ഓഫ് റെഡ് ആണ് ഫോർ ക്രിസ്മസ് എന്ന് പറഞ്ഞു. പിന്നെ ഇസാമയോട് ചോദിച്ചു എത്രയാ മോളെ വയസ്സ്. അപ്പോൾ ഇസാമ പറഞ്ഞു എനിക്ക് 4 years ഓൾഡ് ആണെന്ന് പറഞ്ഞു. എന്നെ നോർത്ത് പോളിലോട്ട് കൊണ്ടുപോകാമെന്നൊക്കെ ഇസാമ പയ്യെ തട്ടി വിട്ടിട്ടുണ്ട്. Do you know what I used to like to eat? I used to like colouring it. Mammy, did you put the lights on the music? You didn't put that. Well, I have to say, she's very well dressed. She's very well turned. Thank you. And this is Daddy, is it? കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ അവർ ഒരുപാട് കമ്പനിയായി എന്തൊക്കെയോ കുശലങ്ങൾ പറയുന്നുണ്ടായിരുന്നു. എന്തൊക്കെയാ പറഞ്ഞതെന്ന് പിന്നെ ഇസാമ പറഞ്ഞു തന്നിട്ടില്ല. പക്ഷെ അവരെന്തൊക്കെയോ കുറെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അവസാനം സാന്റ ഇസാമയ്ക്ക് വലിയൊരു ഗിഫ്റ്റ് ഒക്കെ കൊടുത്തു. ഇസാമ ഭയങ്കര ഹാപ്പിയായി. ഇസാമ ഒട്ടും അത് എക്സ്പെക്ട് ചെയ്തില്ല. പിന്നെ എന്തൊക്കെയോ ഉപദേശം പറഞ്ഞ് ഇസാമയെ അവിടെ നിന്ന് വിട്ടു. Oh, wow. Say thank you. Thank you. Wow. You got a stick. It's a candy stick. Twice, please. See, look here. Ready. Last time we set Daniel's head on fire. Here we go. 3, 2, 1. Give Daniel a round of applause. ആള് ചില്ലറക്കാരനല്ല. ഒരു മുട്ടത്തല തീയിട്ട് കത്തിച്ച് ഇപ്പൊ തുണി വെച്ച് കത്തിക്കാനാണെന്ന് തോന്നുന്നു. ബ്ലൂ റോളൊക്കെ വെച്ചിട്ട് ചുറ്റുന്നുണ്ട്. പിള്ളേരായാലും മുറ്റ എൻജോയ്മെന്റ് ആണ്. Next up, Brian's no man. Get a real applause for Ricardo. I don't think so. No, 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 no. I don't think so. No, 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 no. It's never, ever, 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 ever gonna happen. I don't think so. No, 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 no. I don't think so. No, 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 no. It's never, ever, 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 ever gonna happen. മജീഷിന്റെ കയ്യിൽ നിന്ന് വീണ്ടും ക്യാൻഡി കിട്ടി. ഇന്ന് ഇതും കൂടെ കൂട്ടി 3ാമത്തെ ക്യാൻഡിയാണ് ഇസാമയ്ക്ക് കിട്ടുന്നത്. പിന്നെ ഇസാമയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള പരിപാടി ഫേസ് പെയിന്റിംഗ് ആണ്. ഇസാമയുടെ ഏറ്റവും ഫേവറേറ്റ് ക്യാരക്ടർ യൂണിക്കോൺ ആണ്. പിന്നെ അവൾക്ക് റെയിൻബോ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഒരു സൈഡിൽ യൂണിക്കോണും മറ്റേ സൈഡിൽ റെയിൻബോയും ആണ് വരയ്ക്കുന്നത്. ആർട്ടിസ്റ്റിന്റെ കയ്യിലിരിക്കുന്ന സെറ്റ് കണ്ടാൽ തന്നെ നമുക്കറിയാം പുള്ളിക്കാരി ഭയങ്കര എക്സ്പേർട്ടാണ്. ആ കളേഴ്സൊക്കെ, കളക്ഷനിലുള്ള കളേഴ്സൊക്കെ ഭയങ്കര അട്രാക്റ്റീവ് കളേഴ്സാണ്. ഇപ്പോൾ യൂണിക്കോൺ നല്ല ഷെയ്ഡൊക്കെ കൊടുത്ത് ഔട്ട്ലൈനൊക്കെ ഇട്ട് നല്ല സൂപ്പർ ആക്കുന്നുണ്ട്. വെരി ക്യൂട്ട് യൂണിക്കോൺ ആണ് വരയ്ക്കുന്നത്. ഇതുവരെ ചെയ്തിട്ടുള്ളതിൽ ഏറ്റവും നല്ല ഫേസ് പെയിന്റിംഗ് ആണ്. ഇസാമ പിന്നെ എത്ര നേരം വേണേലും ഇങ്ങനെ ഇരുന്നോളും. ഒരു ശല്യമില്ല കേട്ടോ, ഒരു വാശിയില്ല. എത്ര നേരം എടുത്താലും നല്ലൊരു ഫേസ് പെയിന്റ് കിട്ടിയാൽ മതി എന്നേ ഉള്ളൂ. അപ്പോൾ ഫൈനലായിട്ട് അവൾ കണ്ണാടി നോക്കുവാണ്. അവൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ആ ചിരി കണ്ടാൽ അറിയാം. അപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് നല്ലൊരു ചിരി പാസ്സാക്കി. പരിപാടി കഴിഞ്ഞപ്പോൾ മജീഷ്യന്റെ സ്വഭാവം മാറി. മജീഷ്യന്റെ പേരും മാറി. ചൊറിയൻ മജീഷ്യൻ. പുള്ളി ബലൂൺ ഉണ്ടാക്കി ഇത് കണ്ടില്ലേ, പിള്ളേരുടെ തലക്കെല്ലാം ചൊറിഞ്ഞ് മാന്തിക്കൊണ്ടിരിക്കുക. പിള്ളേര് പിടിച്ച് ഇടിക്കൂട്ടോ.
പടവാള് ബലൂൺ ഏറ്റുവാങ്ങിയ ഉണ്ണിയാർച്ചയുടെ മോക്കും വേണം ഒരു ബലൂണ്. പക്ഷെ ഇഷ്ടം അറിയിച്ചു. പടവാളല്ല, അവക്ക് വേണ്ടത് പൂവാണത്രേ. പൂവ് കൊണ്ട് സ്നേഹം പിടിച്ചു പറ്റാൻ പറ്റും, വടുവാള് കൊണ്ടല്ലാന്ന് നമ്മുടെ ഹേസൽ മോള് നമ്മളെ പഠിപ്പിച്ചു. അങ്ങനെ ഹേസൽ മോൾക്ക് നമ്മുടെ എൽഫ് മാമൻ ഒരു പൂവുണ്ടാക്കി കൊടുത്തു. മണമൊന്നും ഇല്ലാത്ത പക്ഷെ കാണാൻ ഭംഗിയുള്ള ഒരു അടിപൊളി പൂവ് ബലൂൺ കൊണ്ട്. അങ്ങനെ നിമിഷ നേരം കൊണ്ട് എൽഫ് മാമൻ പൂ മാത്രമല്ല അതിന്റെ കൂടെ ഇലയും തണ്ടും ഉണ്ടാക്കി. എക്സ്പേർട്ട്. പൂവ് കൊണ്ട് തീപ്പൊരി പരത്തിയ നമ്മുടെ എൽഫ് മാമൻ ഒരു സല്യൂട്ട്. ക്യാൻറ്റീൻ കിട്ടി, ഗിഫ്റ്റും കിട്ടി, പൂവും കിട്ടി. അയലേസ ഏസൽ മോക്ക് സന്തോഷായി. ഉണ്ണിയാർച്ചയെ പേടിച്ച് പത്തായത്തി മുങ്ങിയ നമ്മുടെ സാന്റെ നമ്മുടെ ഇസാമ പൊക്കി. എന്നെയും കൊണ്ട് നോർത്ത് പോളോട്ട് പോയാൽ മതിയെന്ന് ഒറ്റ വാശിക്ക് പ്ലെയിനും കെട്ടിപ്പിടിച്ച് ഒറ്റ കിടപ്പ. ഇസാമയുടെ പേര് തന്നെ നോട്ടീസ് ബോർഡില്. ആരാ പവറ്. ഒരു വ്യൂ. അവൾക്ക് കട കണ്ട അപ്പ ഹംഗ്രിയാന്ന് പറയും. പ്രത്യേക തരം ഒരു വിശപ്പാണ്. ഇപ്പൊ സ്റ്റാർബക്സ് കണ്ടിട്ടുള്ള ഒരു വിളക്കാണ്. ഓക്കെ, അപ്പൊ അത്രേ ഉള്ളൂ. ഇതാണ് ഞങ്ങളുടെ ഓഫീസിന്റെ അടുത്തുള്ള ഒരു വ്യൂ. അപ്പൊ പോവാം. ചേച്ചി ഞങ്ങൾ വീട്ടിൽ പോവാണ്. ഇതൊരു ഡെക്കറേറ്റഡ് ഹൗസ് ആണ്. നല്ല രസമുണ്ട്. സ്നോമാൻ ഉണ്ട് ഫ്രണ്ടില്. വീട്ടില് സാന്റ് കയറി പോണ പോലെ. രാത്രിയിൽ ഇതൊക്കെ ഈ റെയിൻഡിയേഴ്സ് ഒക്കെ നല്ല ഈ ഇതാണ് ഒരു ബ്രൈറ്റ് ചെയ്തിട്ടൊക്കെ. അപ്പൊ ഞങ്ങളതേ ഡാർക്ക് സ്റ്റേഷനിലേക്ക് നോർത്ത് പോളിൽ പോവാണോ ട്രെയിനിൽ കയറിയിട്ട്? അയ്യോ, ഇനി എന്ത് ചെയ്യും? കുഞ്ഞപ്പ അപ്പേനും അമ്മേനും മിസ് ചെയ്യൂലേ? അപ്പ വരുന്നുണ്ട് നോർത്ത് പോളിലേക്ക്. അപ്പ പ്ലീസ് കം ടു ദ നോർത്ത് പോൾ പറ. അമ്മയും വരണം അല്ലേ? ഓക്കെ. അപ്പൊ എന്റെ ഡ്രസ്സിന്റെ ഡിസൈനിങ് പ്ലാനിങ്ങിനെ കുറിച്ചൊക്കെയാണ് ഞാൻ പറയുന്നത്. ഡിസൈനിങ് ഇല്ലായിരുന്നു. ഇത് നമ്മുടെ മലമണ്ണ് പോലത്തെ ഒരു സാധനം. സി കളർഫുൾ 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 കളർഫുൾ. അതൊന്നും പൊക്കി കാണിച്ചു. ആ അപ്പൊ ഓക്കെ. മലബൺ. ഇത് നമ്മുടെ എൽഫാണ്. എൽഫ് നമ്മുടെ ഹെയർ ബാൻഡില് ഞാൻ സേഫ്റ്റി പിൻ വെച്ച് കുത്തി. സോ ഹെയർ ബാൻഡ് ശരിക്കും റെയിൻഡിയറിന്റെ ഹെയർ ബാൻഡ് ആണ്. അപ്പൊ ആ ഹെയർ ബാൻഡിലാണ് ഈ എൽഫിനെ ഫിറ്റ് ചെയ്തെടുത്തേക്കണത്. ഇത് എല്ലാം ഇച്ചുവിന്റെ സ്വന്തം ഐഡിയ ആണ്. ഹെയർ ബാൻഡും എൽഫും കൂടി ചേർത്ത് ഈ ക്യാപ്പിൽ പിൻ ചെയ്യുന്നത് വലിയ സേഫ്റ്റി പിന്നാണ്. അപ്പൊ അതാണ് ഇച്ചുവിന്റെ. എന്റെ അത്രേ ഉള്ളു. ഓക്കെ, ഇച്ചുവിന്റെ കഴിഞ്ഞു. അപ്പൊ ഇതാണ് എന്റെ ക്രിസ്മസ് ജമ്പർ. ഈ ക്രിസ്മസ് ജമ്പറിൽ തന്നെ അത്യാവശ്യം നല്ല അലങ്കാരങ്ങളുണ്ട്. അതിന്റെ കൂടെ ഞാൻ ഹെയർ ബ്രെയ്ഡ് ചെയ്തു. പിന്നെ ഒരു സാന്റാ ക്യാപ്പ്, ഇങ്ങനെ റെഡും ഗോൾഡും മിക്സ് നടക്കുന്ന ക്യാപ്പാണ്. പിന്നെ എന്റെ ഇത് ജമ്പർ പിങ്ക് ആൻഡ് റെഡ് ആയതുകൊണ്ട് അടിയിൽ ഞാനൊരു ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നത്. ഇതൊരു സാന്റാ ക്യാപ്പിന്റെ ഒരു ജസ്റ്റ് ഒരു ലൈറ്റ് ആണ്. അപ്പൊ ഞാനിങ്ങനെ ഒരു ഡ്രസ്സിൽ ഇവിടെ പോക്കറ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളിങ്ങനെ ഇത് ഓണാക്കിയിട്ട് ഈ ഡ്രസ്സിന്റെ അടിയിൽ ഇങ്ങനെ നമ്മൾ മടക്കി വെക്കുന്നതായിരുന്നു. അപ്പൊ അതാണ് എന്റെ ഡ്രസ്സ്. അടുത്തെന്ന് പറയുന്നത് സോക്സ് ആണ്. പിന്നെ എനിക്ക് വൈറ്റ് സാധാ ഒരു ഫോർമൽ ഷൂസ് ആണ് കിട്ടിയത്. നമുക്ക് എന്തുകൊണ്ട് ഡ്രസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇവിടെ ബെസ്റ്റ് ജമ്പറിനുള്ള ബെസ്റ്റ് ഫാമിലിയാണ്. ബെസ്റ്റ് ഫാമിലി ജമ്പർ പ്രൈസ് ഉണ്ട്. അപ്പൊ അതിന്റെ ഒരു പ്രൈസ് ഉണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇത്രയും ഡ്രസ് ചെയ്ത്. അപ്പൊ ഞങ്ങളാവുന്നതാണ് തോന്നുന്നത് അതിന്റെ വിന്നേഴ്സ്. ഓർഗനൈസിംഗ് കമ്മിറ്റിക്കാർ പറഞ്ഞു ഞങ്ങളാവുന്ന. അപ്പൊ പേരൊക്കെ എടുത്തിട്ടുണ്ട്. സോ അത്രേ ഉള്ളൂ. ഇനി അടുത്തത് ഞങ്ങൾ കുഞ്ഞിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതായിരിക്കും. കുഞ്ഞിന്റെ ഡ്രസ്. ഓക്കെ, ഹേസലിന്റെ കമ്മൽ ഇതാണ്. ഒരു കമ്മല് ഇവന്റിൽ വെച്ചിട്ട് പോയി. പക്ഷെ ഹേസലിന്റെ ശരിക്കുള്ളതെന്ന് കാണിച്ചെടുത്ത് ഈ റിങ്ങില് ഞങ്ങള് ജസ്റ്റ് ആ ഒരു ഇയറിംഗ് തൂക്കി. പിന്നെ ഇവന്റിന്റെ ഭാഗമായിട്ട് ഹേസലിന് ഫേസ് പെയിന്റിങ്, യൂണിക്കോൺ ആൻഡ് റെയിൻബോ. പിന്നെ ഇത് ജസ്റ്റ് ഒരു ഹെയർ ബാൻഡ് ലൈക്ക് റെഡിമെയ്ഡ് ആയിട്ട് നമുക്ക് മേടിക്കാൻ കിട്ടുന്നതാണ്. അപ്പൊ അത്രയും ഇവിടെ മൊത്തം ലൈറ്റ് ആയിരുന്നു. അത് നിങ്ങൾക്ക് ഫാദർ ക്രിസ്മസിന്റെ അല്ലേ. പിന്നെ ഇവിടെ മൊത്തം ലൈറ്റ് ആയിരുന്നു എന്റെ പോലെ തന്നെ. അപ്പൊ അത് നമ്മളിപ്പോ തൽക്കാലം ഊരി വെച്ചതാണ്. നിങ്ങൾ ഇവന്റിന്റെ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പൊ അത്രേ ഉള്ളൂ നമ്മുടെ ഡ്രസ്. ഇത് കാണിക്ക്. അപ്പൊ ഞങ്ങൾ ട്രെയിൻ വന്ന് ഞങ്ങൾ പോവാണ്. ബൈ. So we were just like in and there and there unfortunately I'm on the job. ഇതാണ് ബേബിക്ക് കിട്ടിയ ഗിഫ്റ്റ്. ആര് തന്നെ?
Santa Claus. സാന്റാക്ലോസ് എന്താ പറഞ്ഞ കുഞ്ഞോട്? ഗുഡ് ഗേൾ ആണോ ചോദിച്ചോ? ആ കുട്ടിയില്ല. ആണ്, ഗുഡ് ഗേൾ ആണല്ലേ ഈ ഇയർ ഫുള്ള്. അതുകൊണ്ട് കുഞ്ഞിക്ക് പ്രസന്റ് കിട്ടി. ഐ എക്സൈറ്റഡ് ടു ഓപ്പൺ? Yes. Can you open? Yes. ഓക്കെ, അപ്പൊ കുഞ്ഞി തന്നു. തന്നു, കുഞ്ഞിക്ക് ഇഷ്ടമാണ് ഇതിൽ കാണാൻ. ഓ, അത് അമ്മയ്ക്ക് അറിയില്ല. And dig. Look, show. Can you come here, come here? Come here, come here. Show the gift that you got. Let's open it and play it. Let's open it. ഇത് സംഭവം ലേൺ ടു റൈറ്റ് ആണ്. ഇത് ചോക്കും ഇറേസറും അബാക്കസ് സെറ്റ് ആണ് വിത്ത് ബോർഡ്. അപ്പൊ ഫസ്റ്റ് വുഡൻ ഈസൽ ആൻഡ് അബാക്കസ്. അപ്പൊ എഴുതാനുള്ളൊരു ബോർഡും അബാക്കസ് ആണ്. അപ്പൊ let's take it out. Are you ready, Hazel? Are you ready? Welcho. 1, 2, 3, and that's the book. What is that? This is for Robin. And this is Kite. This is Chalk. It's a board. It's a board. Woohoo! Can you write your name, Hazel? Can you write it? You can go write it. Woohoo! A? Small a. A. Z. E. E. And L. Hazel. Big letters. A. Big A. Yes, set. E. Big E. Big. Oh, that's too big. That's too big. L. That's even more big. 1, 2, 3, 4, 5. So 2 plus 3 is? 5. Correct. So this is how you learn maths, okay? This is abacus. What is it called? What is it called? Abacus. Abacus. And you have alphabets here. 2 alphabets. Not all the alphabets. But you have A, B, C, D till J. And you have 1, 2, 3, 4, 5, 6, 7, 8, and 9, 10. So that's the gift. A, B, C, D, E, F, G, H, I, J. Stuck. Did you like the gift? Did you like the gift from? Yeah. Say thank you, Santa. Thank you, Santa. Thank you. Say thank you loudly. Thank you, Santa. Oh, kisses. Give kisses to Santa. Santa's seeing it. Thank you, Santa. Kiss, kiss. Oh, 1, 2, 3, 4, 5, 6, 7, 8, 9, 10. Bye from Chris and Diane. Bye-bye. Bye-bye. Merry Christmas. Merry Christmas, everyone. Woohoo. എന്താ പറഞ്ഞേ? ഒന്നുകൂടി പറഞ്ഞേ. അടിച്ചു മോളെ, ക്രിസ്മസ് ജമ്പറിന് പ്രൈസ് അടിച്ചു മോളെ.